ഹലോ, വെൽക്കം ടു ആമീസ് ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചിക്കറിയാണ്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഈ ഒരു രീതിയിൽ അരിഞ്ഞു വെക്കണം. വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെക്കണം. ഒരേ രീതിയിൽ തന്നെ അരിയണം, ഇല്ലെങ്കിൽ നമ്മൾ വറുത്ത് വരുമ്പോൾ വേറെ വേറെ ആയിപ്പോവും. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും അതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വെക്കുക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇഞ്ചി വറുക്കേണ്ട പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി ഇതുപോലെ വറുത്തെടുക്കണം. ഇനി നമുക്കിത് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയുള്ളി വറുത്തെടുക്കാം. ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഉള്ളി വറുത്തെടുക്കുക. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. തരിയായിട്ട് പൊടിച്ചാൽ ഇഞ്ചിക്കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് ചാറൊന്ന് കുറുകി വരണം. തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം.
ശർക്കരയുടെ മധുരവും ഇഞ്ചിയുടെ എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഒരുപാട് മധുരം ആകരുത്. 1-2 ടീസ്പൂൺ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാം. കറി ഇതുപോലെ കുറുകിയിരിക്കണം. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. നമ്മൾ തീ ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.